ഹലോ, സൺഡേയിൽ നമ്മൾ എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാറിലൊന്നും പോകുന്ന വീഡിയോസൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഇന്നിപ്പോൾ ദേ കണ്ടോ, കാറ് ഇത് കണ്ടില്ലേ, കുറച്ച് ക്ലിപ്പിങ്സ് ആണ്. അതായത് ഏപ്രിൽ മാസത്തിൽ നമുക്ക് കാറിനൊരു ആക്സിഡൻറ്റ് പറ്റി. അതിനുശേഷം ഏപ്രിൽ കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയി. അപ്പോൾ ഈ സാറ്റർഡേ ആണ് നമ്മുടെ കാറ് വർക്കൊക്കെ ഫിനിഷായി നമുക്ക് കിട്ടുന്നത്. ഇതായിരുന്നു കേട്ടോ കാറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ കൂടുതൽ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പം ഒത്തിരിയും നാൾ ഈ ഒരു 2-2.5 മാസം ഞങ്ങളുടെ അടുത്ത് വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാനോ ഇറങ്ങാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ആക്ച്വലി യാത്രകളൊക്കെ ഞങ്ങൾ ഇതിനിടയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ട്രെയിനിലും ബസ്സിലും ഒക്കെയാണ്. ഞാൻ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വണ്ടി എടുക്കാമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ റീസൺ. വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ തോന്നും, പക്ഷേ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം മതി അതെല്ലാം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരെല്ലാവരും നല്ല സേഫായിട്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇതായിരുന്നു എൻ്റെ പ്രസൻറ്റ് ആ ഒരു സിറ്റുവേഷനിൽ ഇതായിരുന്നു വണ്ടിയുടെ ആ ഒരു കണ്ടീഷൻ വരുന്നത്. പിന്നെ നമ്മൾ കൊടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ തന്നെ നോക്കുക. വർക്ക്ഷോപ്പ് അതായത് എന്താ പറയുക, ഷോറൂമിൽ തന്നെ കൊടുത്തിട്ട് റെഡിയാക്കിയൊക്കെ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ നിന്ന് വന്നു. കോളേജ് ജംഗ്ഷൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്പേസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സ്പേസ്, അതായത് നിയർ പുതിയ അമ്പലത്തിനടുത്തായിട്ട്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് സൺഡേ ഒരു ഓഫ് ഡേ ആയിരുന്നിട്ട് പോലും പാർക്കിംഗ് സ്പേസ് വാസ് ഫുൾഡായിരുന്നു, കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു, പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ പിന്നെ പോകുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. സൺഡേ ആണ്. രാവിലെ മോർണിംഗ് ഒരു 7:10 ആയി കാണപ്പെട്ടത്. ഒരു 7:30 ആയിരുന്നു നമ്മുടെ ട്രെയിനിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. മഴയുള്ളൊരു സമയമായിരുന്നു, മൊത്തം ഇതുപോലെ വെള്ളമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് മഴയൊക്കെ കുറേ മാറി നല്ല അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമായിട്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. ട്രെയിനൊക്കെ നേരത്തെ തന്നെ ചേട്ടൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് 7-7:30 മണി ആയപ്പോൾ തന്നെ ഞായറാഴ്ച രാവിലത്തെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ആക്ച്വലി ഈ ഒരു സൗണ്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഏതൊരാളും ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ യാത്ര എല്ലാവരെയും പോലെ ഞാനും എൻ്റെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ തൃപ്പൂണിത്തറ മെട്രോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് തൃപ്പൂണിത്തറ. ആ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തറ ടു ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ആലുവയാണ്. അപ്പം ഇതിനിടയ്ക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളങ്ങനെ വന്ന് മെട്രോ അവിടെ കയറാനായിട്ട് ആ ഒരു എൻട്രൻസിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ എൻട്രൻസ് ഇതേ ഇതുപോലാണ് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുകളിലോട്ട് പോവുകയാണ്. ഒത്തിരി സ്റ്റെയർസ് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രിഫറബിളി എല്ലാവരും എസ്കലേറ്റേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് മിറർ കണ്ട്, അപ്പോൾ ഞാനും മോളും കൂടെ ഇവിടെ നിന്ന് 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. വലിയൊരു മിറർ, 2 സൈഡിൽ 2 വലിയ ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പം ഇതിന് ഒരുപാട് എന്താ പറയുന്നത്, ഇവർ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ സർവീസിനായിട്ടുള്ള. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്.
നമ്മൾ ആക്ച്വലി ഇവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴാണ് മെട്രോയിൽ തന്നെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്നത്. ഡെയിലി തൃപ്പൂണിത്തുറ നിന്ന് ഇടപ്പള്ളി വരെ പോകാനാണെന്നുണ്ടെങ്കിൽ തന്നെ 50 രൂപ വേണം. അപ്പോൾ ഒരു ദിവസം ഫുള്ളൊരു ട്രിപ്പ് അടിക്കാനാണെന്നുണ്ടെങ്കിൽ അവരൊരു കാർഡ് പറയുന്നുണ്ട്. 125 രൂപ പെർ ഹെഡ്. ഒരാൾക്ക് 125 റുപ്പീസിൻ്റെ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളങ്ങനെ 5 കാർഡ് എടുക്കും. 625 രൂപ. ഒരു ദിവസം തന്നെ 10 ടൈംസ് ഈ കാർഡ് സ്കാൻ ചെയ്ത് മെട്രോ യൂസ് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സ്ഥിരമായിട്ട് പോകുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും. എന്നെപ്പോലെ സാധാരണക്കാർക്ക് അറിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ അത് പറഞ്ഞത്. 10 ടൈംസ്. അത് ഇവിടെ നമുക്ക് എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല സ്കാനിങ് സിസ്റ്റം എല്ലാം ഉണ്ട്. ഇതാണ് കേട്ടോ ആക്ച്വലി ആ കാർഡ് വരുന്ന ഇതാണ്. നമ്മൾ 5 കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ് ടു 10 ട്രിപ്സ് 10 പ്രാവശ്യം നമുക്ക് സ്കാൻ ചെയ്യാം. അതായത് മെട്രോ സ്റ്റേഷനിൽ കയറുമ്പോൾ നമ്മൾ മറ്റേ ബസ്സിലൊക്കെ കയറുന്നത് പോലെ തന്നെ ഇപ്പോൾ KSRTCയിലൊക്കെ ഈ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യം കിടന്ന് ടിക്കറ്റ് എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും വളരെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്ന കുട്ടികൾക്കൊക്കെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറി നമ്മൾ വീണ്ടും മെട്രോയിലോട്ട് കയറുന്നുണ്ട്. അടുത്ത ട്രെയിൻ താണ്ട് ഇപ്പോൾ ട്രെയിൻ വരും കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റിലെ പോകാനാണ് കേട്ടോ. വൈറ്റിലെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. അപ്പം ഇനിയിപ്പോൾ ട്രെയിൻ വരുത്തതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ ഇവിടെ വേണ്ട അവിടെ ആ യൂണിഫോം പ്രതികരിക്കണം. നല്ല പ്രൊട്ടക്ഷനായിട്ട് തന്നെയാണ്. ഒരു പരിധിക്ക് അപ്പുറത്തോട് ഒരു ക്രോസിംഗ് ലൈനൊക്കെ കൊടുക്കുന്നത്. അപ്പുറത്തോട്ട് പിള്ളേരെ ഒന്നും വിടുന്നതൊക്കെയില്ല. നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെയാണ്. പിന്നെ അവിടെ കുറേ പോലെ ഇരിക്കാനായിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ കൊച്ചിനൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു ആശ്ചര്യമാണ്. നമ്മുടെ മറ്റേ സാധാ ട്രെയിനുകളിൽ കണ്ടിട്ടുള്ളവർക്ക്. അങ്ങനെ നേരെ നമ്മൾ ഇത് ഓപ്പണായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പടമൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് ട്രെയിനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു. അങ്ങനെ കയറുമ്പോഴും സീറ്റിങ്സൊക്കെ അവൈലബിൾ ആയിരുന്നു, സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ട്രെയിനിലൊക്കെ കയറി അവരവരുടെ സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ട് കുറച്ച് നേരം അവർ യാത്രയൊക്കെ എൻജോയ് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും സ്ഥലമൊക്കെ കിട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മെട്രോ ട്രെയിനിലാണ് കേട്ടോ കയറിയത്. മെട്രോ ട്രെയിനിൽ ഞാൻ പറഞ്ഞതുപോലെ കാർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത് കയറുന്നത്. സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വിൻഡോയിലൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ഫുള്ളും ഇതൊക്കെ കണ്ട് രസിച്ച് നമ്മൾ പിന്നെ നേരെ വന്നിട്ട് ഇറങ്ങിയായിരുന്നു. വൈറ്റില വന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു ബേക്കറിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് തന്നെ വന്നിട്ട് അപ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും കുറച്ച് വിശപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്ത് സ്നാക്സൊക്കെ കഴിച്ചു. സ്നാക്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വൈറ്റില മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാട്ടർ മെട്രോ ഉണ്ട്. വാട്ടർ മെട്രോ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇത് വൈറ്റില ഹബ്ബ്, നമ്മൾ മെയിനായിട്ടുള്ള ബസ്സിൻ്റെ ആ ഒരു ഹബ്ബാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കൊല്ലത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചിന്നക്കട പോലെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്ഥലമാണ് വൈറ്റില ഈ ഒരു ഹബ്ബ് വരുന്നത്. ബസ്സിൻ്റെ ആ ഒരു സ്പേസ് വരുന്നത് ഫുള്ളും ബസ്സെല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്നവർക്ക് എളുപ്പം. ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഈ വൈറ്റില എന്ന് കാണിച്ചിരിക്കുന്നത് വാട്ടർ മെട്രോ ആണ്. വാട്ടർ മെട്രോ ഇപ്പം എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് എൻ്റെ എൻട്രൻസ്. വാട്ടർ മെട്രോ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഒരു റൈഡെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ഇതുപോലെയാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു കാർഡ് എടുത്ത് 5 പേർക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആ കാർഡ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഓരോരുത്തരെയായിട്ട് കയറ്റി വിടുന്നത്. നമ്മൾ ട്രെയിനിലെടുത്തപ്പോൾ അവർ 5 കാർഡ് 5ആയിട്ടാണ് തന്നത്. ഇവിടെ നമ്മൾ ഒറ്റ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ 5 പേർക്കുള്ളതായിട്ടാണ് അവർ തന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് കയറുന്നത്. അപ്പം കായലിൽ ഒരു 1/2 hour ജേണിയാണ് ഇവർ നമുക്ക് തരുന്നത്. നല്ലൊരു സർവീസാണ്. അപ്പം പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക, ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ അതിനകത്തെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു മെട്രോയുടെ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലാണ് വരുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കണ്ടല്ലോ. എന്നിട്ട് ഫുള്ളും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിലൂടെയാണ് നമുക്ക് ലൈവ് വിഷനായിട്ട് ഇങ്ങനെ ബോട്ടൊക്കെ വരുന്നതും അതുപോലെ തന്നെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാട്ടർ മെട്രോയിൽ ഞാൻ വരുന്നതും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും. എനിക്ക് പേഴ്സണലി എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയി കാണാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ അഷ്വർ ചെയ്യുന്നുണ്ട്. കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് നേരെ ബസ് കയറിയാൽ വൈറ്റില നമ്മൾ പറഞ്ഞ ബസ് ഹബ്ബിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ വരുന്നത്. അപ്പോൾ നല്ല നല്ല രീതിയിൽ നമുക്ക് പോവാൻ വളരെ ഈസി ആയിട്ട് തന്നെ പോകാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ ഈസിയാണ്, നമുക്ക് പോവാം, കാഴ്ചകളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഒരു റൈഡ് എന്ന് പറയുമ്പോൾ 1/2 മണിക്കൂറും നമുക്ക് ഫുള്ള് ഇതുപോലുള്ള കാഴ്ചകൾ. സൈഡിലൊക്കെ ആയിട്ട് നിറച്ച് മരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ മേളിൽ പാലം, അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ വാട്ടർ മെട്രോയിൽ വന്നിട്ട് ജസ്റ്റ് ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് അവരാക്കുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ കാർഡൊക്കെ കാണിച്ചിട്ട് വീണ്ടും നമ്മൾ സ്കാൻ ചെയ്യണം. ആക്ച്വലി ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക സേഫ് ആയിട്ടുള്ള നല്ലൊരു ജേർണി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാർഡൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവരൊക്കെ അപ്പം ആ ബോട്ടിൻ്റെ സർവീസ് എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്, അവിടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള റൈഡിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇറക്കുകയാണ്. മെട്രോ ട്രെയിനിലായാലും പിന്നെ അതുപോലെ വാട്ടർ മെട്രോ ആയാലും എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. വീണ്ടും നമ്മൾ റിട്ടേൺ വന്ന് ഇതുപോലെ കയറിയിട്ട് ഇത് വാട്ടർ മെട്രോ ആണ്. നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 സൈഡ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സെക്കൻഡ് സൈഡ് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ നേരെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി മെട്രോ ട്രെയിനിൽ കയറി നേരെ പോകുന്നത് ഇനി നമ്മൾ ഇടപ്പള്ളി ലുലുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ആക്ച്വലി ഇറങ്ങുകയാണ് വാട്ടർ മെട്രോയിൽ നിന്ന്. അടുത്ത നെക്സ്റ്റ് ട്രെയിനാണിത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ലുലു മാളിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെട്രോന്ന് ഇറങ്ങി തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ലുലു കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് താഴോട്ടത്ത് ഫ്ലോറിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ലുലുവിലോട്ടൊരു എൻട്രൻസ് ഈ നമ്മുടെ ഈ റെയിൽവേയിൽ നിന്ന് തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. ഒരു സെക്കൻഡ് ഫ്ലോറിൻ്റെ ആ ഒരു 2ാമത്തെ നിലയിൽ നിന്ന് നേരെ തന്നെ ഡയറക്റ്റ് നമുക്ക് ആ ലുലുവിൻ്റെ എൻട്രൻസിലേക്ക് പോകാം. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ബോത്ത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും അതേ കണക്ക് തന്നെ നമ്മൾ ആ പാസേജിലൂടെ ഇറങ്ങി അങ്ങോട്ട് നടക്കുന്നത്. ഇഷ്ടംപോലെ പാസഞ്ചേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സൺഡേ എന്നുള്ള ആ ഒരു ഇത് ജസ്റ്റ് ഒരു പേരിനേ ഉള്ളൂ. നല്ല ക്രൗഡുള്ള ദിവസമായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ എൻട്രൻസ് കണ്ടു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ്. ഭയങ്കര തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനെയൊക്കെ കാട്ടിലും ഭയങ്കര റഷുള്ള ദിവസമായിരുന്നു. എന്നിരുന്നാലും നമ്മൾ വന്ന് കുറച്ച് നേരം ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിറച്ച് ആൾക്കാരുണ്ട്, ഓഫേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ക്രൗഡും ഉള്ള ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു.
അങ്ങനെ ഈ ക്രൗഡും കാഴ്ചകളും ഒക്കെ കുറേയേറെ നേരം ഞങ്ങൾ നോക്കിയൊക്കെ നിന്നു. പിന്നെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി. ഞാൻ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് കയറി. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റിലൊക്കെ കണ്ട് വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് നോക്കി. ഇനിയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു. ആക്ച്വലി ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. കുറച്ചേറെ സാധനങ്ങൾ, പ്രത്യേകിച്ച് വിശന്നും കൂടി ഇരിക്കുമായിരുന്നു ആ ഒരു സമയത്തെന്ന് വെച്ചാൽ. പക്ഷേ ക്രൗഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ക്രൗഡ്. അതായത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വീണ്ടും മെട്രോയിൽ കയറി. നമ്മുടെ മെട്രോ സ്റ്റേഷൻ എൻഡ് ചെയ്യുന്നത് ആലുവയിലാണ്. അപ്പം നേരെ നമ്മൾ ഇനി ആലുവയിലോട്ടാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ആലുവ എത്തി. ആലുവയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. പിന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. എല്ലായിടത്തും ഈ ഒരു ഫോർമാലിറ്റി തന്നെയാണ് കേട്ടോ. ഫുള്ള് ഈ കാർഡിൻ്റെ സ്കാനിങ് ആണ്. എൻട്രി ആയാലും എക്സിറ്റ് ആയാലും എല്ലാം ഫുള്ള് കാർഡ് സ്കാൻ ചെയ്തിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നു. നമ്മൾ കാർഡൊക്കെ കണ്ടോ, അതെല്ലാം സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച്, ഇത് ആലുവ തന്നെയാണ് കേട്ടോ, തിരിച്ച് ആലുവയിൽ നിന്ന് റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നേരെ നമ്മൾ കുറച്ചേറെ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് എന്തായാലും രസമുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തേക്ക് വരാൻ നോക്കുവാണ്. എറണാകുളത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ആക്ച്വലി നമ്മൾ മെട്രോയിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എടുത്ത ക്ലിപ്പാണ് ഇതൊക്കെ. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ട്രെയിൻ മിസ്സായി പോയി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മിസ്സായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിട്ടാണ് വന്നത്. ഫാസ്റ്റ് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ റിട്ടേൺ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക,